വെൽക്കം ബാക്ക് ടു വൈച്ചോക്ക് സൊല്യൂഷൻസ്. ഇപ്പോൾ SSLC വിദ്യാർത്ഥികളുടെ IT പരീക്ഷ അടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു IT പരീക്ഷയിൽ എങ്ങനെ ഫുൾ മാർക്ക് വാങ്ങാം എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. IT പരീക്ഷ എല്ലാവരും വലിയ പ്രാധാന്യം കൊടുക്കാറൊന്നുമില്ല. എല്ലാവർക്കും A+ കിട്ടുമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ നമ്മുടെ മാർക്ക് ഇടുന്നത് കമ്പ്യൂട്ടറാണ്. ഒന്ന് തെറ്റ് ചെയ്യാൻ അത് പോയത് തന്നെയാണ്. അപ്പോൾ നമ്മൾ നല്ലോണം നോക്കേണ്ടത് തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ITയിൽ നമുക്ക് എങ്ങനെ ഫുൾ മാർക്ക് വാങ്ങാം എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ജനുവരി 20 മുതൽ 30 നമ്മുടെ മോഡൽ എക്സാം നടക്കും. ഇന്ന് ജനുവരി 9 ഒരു 10 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ മോഡൽ എക്സാം തുടങ്ങും. അത് കഴിഞ്ഞ് ഫെബ്രുവരി 1 നമ്മളുടെ ഫൈനൽ എക്സാം തുടങ്ങുന്നത്. ഫെബ്രുവരി 1 മുതൽ 14 നിങ്ങളുടെ ഫൈനൽ എക്സാം നടക്കും. അപ്പോൾ ഈ ഒരു ഫൈനൽ എക്സാം കഴിഞ്ഞ് 17 നമ്മുടെ മറ്റ് വിഷയങ്ങളുടെ മോഡൽ എക്സാം തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ITക്ക് മാത്രമൊന്നും നമുക്ക് ഫുൾ സമയം കൊടുക്കാനൊന്നും പറ്റില്ല. ഒരു 6 ദിവസത്തിനുള്ളിൽ നമ്മൾ ഫുൾ കാര്യങ്ങളും പഠിച്ചു പോകണം. അപ്പോൾ ഇതാണ് നമ്മുടെ പരീക്ഷയുടെ ഡേറ്റ് ഒക്കെ വരുന്നത്. പിന്നെ നമ്മളുടെ ഇതിൻ്റെ മാർക്കിംഗ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാക്ടിക്കലിൽ നമുക്ക് 28 മാർക്കാണ് വരുന്നത്. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ക്സ്കേപ്പിലൊക്കെ ചെയ്യുന്ന പ്രൊജക്റ്റുകളൊക്കെയാണ്. അതിന് 28 മാർക്കാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു മാർക്ക് അവിടെ വരുന്ന ടീച്ചേഴ്സാണ് ഇടുക. അപ്പോൾ ഇത് പലർക്കും ഫുൾ മാർക്ക് അവർ കൊടുക്കാറുണ്ട്. 28 മാർക്കും കൊടുക്കും. ചെറിയ കുഴപ്പങ്ങൾ വന്നാലൊന്നും അവർ മാർക്ക് ഓർക്കില്ല. പിന്നെ വരുന്നത് തിയറി മാർക്കാണ്. തിയറിയിൽ 10 മാർക്കാണ് വരുന്നത്. ഈ തിയറിയാണ് കമ്പ്യൂട്ടർ ഇടുന്നത്. ഇതിലൊന്ന് തെറ്റിയാൽ അത് പോയത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു തിയറി ഭാഗമാണ് നമ്മൾ നല്ലോണം നോക്കേണ്ടത്. ഈ തിയറി ഭാഗം നമ്മൾ കമ്പ്യൂട്ടറിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറാണ് നമ്മൾക്ക് ഈ ഒരു മാർക്ക് തരുന്നതും. അപ്പോൾ ഈ ഒരു തിയറി ഭാഗം നല്ലോണം നോക്കണം. തിയറിയിൽ നമുക്ക് ഓപ്ഷൻസ് ഒക്കെ തരും, 4 ഓപ്ഷനൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞിട്ട് റെക്കോർഡ് 2 മാർക്കിനാണ്. നമ്മൾ വെക്കുന്ന റെക്കോർഡിന് 2 മാർക്ക് തരും. അത് കഴിഞ്ഞ് സി മാർക്ക് ടീച്ചേഴ്സ് ഓൾറെഡി ഇട്ടിട്ടുണ്ടാവും. സി മാർക്ക് വരുന്നത് 10 മാർക്കാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ടോട്ടൽ 50 മാർക്കാണ് വേണ്ടത്. 50 മാർക്ക് വേണം. ഈ 50ൽ 45 മാർക്ക് കിട്ടിയാൽ നമുക്ക് A+ കിട്ടും. അപ്പോൾ 50ൽ 45 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ITയിൽ A+ കിട്ടും. അപ്പോൾ ഈ ഒരു A+ എങ്ങനെ വാങ്ങാം എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പ്രാക്ടിക്കലാണ് നോക്കുന്നത്. പ്രാക്ടിക്കൽ എന്തൊക്കെയാണ് വരുന്നത്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രാക്ടിക്കൽ 28 മാർക്കിനാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇവിടെ 7 കാര്യങ്ങൾ കാണാം. നമ്മുടെ പരീക്ഷയ്ക്ക് ഈ 7 എണ്ണമാണ് വരിക. ഈ 7 എണ്ണം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പരീക്ഷ സെറ്റാണ്. ഈ 7 എണ്ണം ഫുള്ളും നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരൂ? ഇല്ല. ഈ 7 എണ്ണത്തിൽ നിന്ന് 4 എണ്ണം മാത്രമാണ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പോൾ ഏതാണ് വരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു 7 എണ്ണം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാക്ടിക്കൽ പരീക്ഷയിൽ 28ൽ 28 നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഇങ്ക്സ്കേപ്പ് ഉണ്ട്. ഇങ്ക്സ്കേപ്പ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾക്ക് കോഫി കപ്പൊക്കെ വരച്ച് പഠിച്ചത്. പക്ഷേ പരീക്ഷയ്ക്ക് കോഫി കപ്പൊന്നും ആയിരിക്കില്ല വരുന്നത്. പരീക്ഷയ്ക്ക് വേറെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. പക്ഷേ ആ ഒരു ടൂൾസാണ് നമ്മൾ പഠിക്കേണ്ടത്. ഏതെല്ലാം ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്, ഗ്രേഡിയൻ്റ് എന്നൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ ടൂൾസാണ് നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ മെയിൽമേജ്, പൈത്തൺ ഗ്രാഫിക്സ്, ഡാറ്റാബേസ്, HTML കോഡ്, ലിബ്രോഫീസ്, പിന്നെ അനിമേഷൻ, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ 7 എണ്ണം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 28ൽ 28 മാർക്കും ഉറപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് ഇത് മുഴുവനും പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക തന്നെ. നിങ്ങളുടെ വീട്ടിലൊരു കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. ഇനി നിങ്ങളുടെ വീട്ടിൽ കമ്പ്യൂട്ടർ ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, പഠിക്കാണ്ടിരിക്കണോ? ഇല്ല. നമുക്ക് വീഡിയോകൾ കാണാം. യൂട്യൂബിൽ ഒരുപാട് വീഡിയോകളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നല്ലതെന്ന് തോന്നിയിട്ടുള്ള എനിക്ക് കുറച്ച് വീഡിയോകളാണ്. ഇപ്പോൾ എജുപോർട്ടിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അതിൽ 7 എണ്ണം കൃത്യമായിട്ട് വരുന്നുണ്ട്. SSLC IT പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ 7 എണ്ണം പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ എക്സാമിനറിൻ്റെ എല്ലാ കാര്യങ്ങളും കൂടി ഒറ്റ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് ഏകദേശം ഒരു 3 മണിക്കൂർ മാത്രമേ വരുന്നുള്ളൂ. ആ ഒരു 3 മണിക്കൂർ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാക്ടിക്കലൊക്കെ സെറ്റാവും. പിന്നെ വരുന്നത് നൈസ് വേൾഡ് ഗ്രൂപ്പ് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിൽ നിന്നാണ്. അതിലും ഫുള്ള് വരുന്നുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നിങ്ങൾക്ക് ഷോർട്ട് കട്ടായിട്ട് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ എജുടെക് എന്നുള്ളതിൽ പോയാൽ മതി. അതിൽ ഫുള്ളായിട്ട് ഷോർട്ടായിട്ടാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോകൾ കണ്ടും പഠിക്കുക, ഈ വീഡിയോകളൊക്കെ ഉപയോഗിക്കുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി SSLC IT പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോകൾ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടും പഠിക്കാം, ചെയ്തും പഠിക്കാം. അപ്പോൾ ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇനിയിപ്പോൾ ചെയ്ത് പഠിക്കാൻ പറ്റില്ലെങ്കിൽ വീഡിയോ കാണുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രാക്ടിക്കൽ പരീക്ഷ നോക്കുന്നത്. അപ്പോൾ ആ 7 എണ്ണം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാക്ടിക്കൽ സെറ്റാണ്. ഒന്നും പേടിക്കാനൊന്നുമില്ല.
ഇനി നമ്മൾ തിയറി ഭാഗത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ തിയറി ഭാഗത്ത് 10 മാർക്കിനാണ് ചോദ്യങ്ങൾ ചോദിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ 10 മാർക്കിൻ്റെ ചോദ്യങ്ങൾ 5 മാർക്ക് 5 മാർക്ക് എന്ന് പറഞ്ഞ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 1 മാർക്കിൻ്റെ 5 ചോദ്യങ്ങളാണ് ചോദിക്കാം. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ തരും. അപ്പോൾ അതിൽ 4 ഓപ്ഷൻസ് തരും. ഇതിലേതോ ഒന്നായിരിക്കും അതിലെ ആൻസർ. അപ്പോൾ നമ്മൾ ഏതാ അതിൻ്റെ ശരി എന്ന് വെച്ചാൽ അത് ശരിയിട്ട് കൊടുക്കും. പിന്നെ വരുന്നത് നമുക്ക് 1/2 മാർക്കിൻ്റെ 10 ചോദ്യങ്ങൾ ചോദിക്കും. 1/2 മാർക്കിൻ്റെ 10 ചോദ്യങ്ങൾ അതിൽ 2 എണ്ണമായിരിക്കും ശരി ഉണ്ടാകുക. അപ്പോൾ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആണ് നമുക്ക് 10 മാർക്ക് വരുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കമ്പ്യൂട്ടർ നമുക്ക് പരീക്ഷ കഴിയുമ്പോഴേക്കും മാർക്ക് ഇടും. പക്ഷെ മാർക്ക് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റില്ല. പക്ഷെ അപ്പോഴേക്കും കമ്പ്യൂട്ടർ ജസ്റ്റ് മാർക്ക് ഇട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു തിയറി ഭാഗമാണ് നമുക്ക് ഒരിക്കലും തെറ്റിക്കാൻ പറ്റാത്ത ഭാഗങ്ങൾ. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആ 1 മാർക്ക് നമുക്ക് അവിടെ കുറയും. ഇതിൽ 1/2 മാർക്കിൻ്റെ ആണ് നമ്മൾ തെറ്റിക്കുന്നതെങ്കിൽ 1/2 മാർക്ക് നമുക്ക് അവിടെ കുറയും. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ IT പരീക്ഷ നമുക്ക് 1 മണിക്കൂറാണ് ഉണ്ടാകുക. അപ്പോൾ ഈ 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ പ്രാക്ടിക്കലും തീർക്കണം, തിയറിയും തീർക്കണം. അപ്പോൾ 1 മണിക്കൂറെന്ന് പറഞ്ഞാൽ നമുക്ക് മിസ്സിനോട് 1 മിനിറ്റ് കൂടി 2 മിനിറ്റ് കൂടി എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല. കാരണം കമ്പ്യൂട്ടർ അവിടെ ടൈമിംഗ് വെച്ചിട്ടുണ്ടാവും. നമ്മൾ സ്റ്റാർട്ട് ആക്കി കഴിഞ്ഞാൽ 1 മണിക്കൂർ അവിടെ സ്റ്റാർട്ട് ചെയ്യും. കമ്പ്യൂട്ടറിൻ്റെ മുകളിൽ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ആ 1 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ നിർത്തിയത് അവിടെ വരെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടാകുക. ആ 1 മണിക്കൂറിന് ശേഷം നമുക്ക് പിന്നെ കമ്പ്യൂട്ടർ തൊടാൻ പറ്റൂല. അവിടെ സ്റ്റോപ്പ്. നമ്മൾ ഏത് പ്രൊജക്റ്റിലാണോ നിൽക്കുന്നത് ആ പ്രൊജക്റ്റിൽ അവിടെ നിൽക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. രണ്ടാമതൊരു ചാൻസും ഉണ്ടാവില്ല. അപ്പോൾ ഈ 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ പ്രാക്ടിക്കലും തീർക്കണം, തിയറിയും തീർക്കണം. അപ്പോൾ നമുക്ക് ഒരുപാട് ആലോചിച്ചിരുന്ന് നിൽക്കാനും പറ്റില്ല. തിയറി പെട്ടെന്ന് തീർത്ത് ബാക്കിയുള്ള പ്രാക്ടിക്കലും തീർക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ തിയറി ഭാഗത്തിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, മോഡൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ ഒരുപാട് കിട്ടുന്നതാണ്. ഒരുപാട് വീഡിയോകൾ അതിനെക്കുറിച്ചുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ IT പരീക്ഷ നമ്മൾ അത്ര വിഷയമാക്കൊന്നും വേണ്ട എന്ന് കരുതി വളരെ നിസാരമാക്കരുത്. ഈ പറഞ്ഞതുപോലെ പ്രാക്ടിക്കലും തിയറിയും ഒക്കെ ജസ്റ്റ് ഒന്നോ രണ്ടോ ദിവസം നമ്മൾ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ A+ വാങ്ങാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് IT-യിൽ A+ കിട്ടും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ഗുഡ് ബൈ ഗായ്സ്.